അബൈഡ് എന്ന വാക്കിൻ്റെ അർത്ഥം വസിക്കുക എന്നാണ്. ടു റിമെയിൻ, ടു ഡ്വെൽ എന്നൊക്കെയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് ആ വാക്യം എടുത്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. 15-ാം അധ്യായം 7-ാം വചനത്തിൽ ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ വാസമുറപ്പിക്കുകയും ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്നത് എന്തും നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് പറഞ്ഞത്. നമുക്ക് ഈശോയിൽ നിന്ന് പലതും നേടണമെന്ന് ആഗ്രഹമുള്ള മക്കളാണ് അല്ലേ? പരീക്ഷയ്ക്ക് നല്ല വിജയം നേടണമെന്നുണ്ട്, നല്ല ജോലി സമ്പാദിക്കണമെന്നുണ്ട്, ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിയെ ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ജീവിതത്തിൽ നിങ്ങൾക്കൊരുപാട് സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളൊക്കെയും സാക്ഷാത്കരിക്കാൻ ഈശോ ഒരേ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്നത് എന്തും നിങ്ങൾക്ക് ലഭിക്കും. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ചൂട് വെച്ചേ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോയിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ ഈശോ പറയുന്നത് നാം ഈശോയിൽ വസിക്കണം എന്ന്. ഈശോയിൽ വസിക്കുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ, ഈശോയെ നമ്മൾ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കണം. ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏക നാമം അത് കർത്താവായ ഈശോയുടെ നാമമാണ്. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ മുഴുവനും അടിസ്ഥാനം. ഈശോ എന്ന പേര് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗം വെളിപ്പെടുത്തിയ പേരാണത്. ആ പേരിൽ ദൈവപുത്രനായ ഈശോ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു. പലരും ഈശോയെക്കുറിച്ച് പലതും നിങ്ങളോട് പറഞ്ഞിട്ട് കാണും. പല യുവജനങ്ങളും ചോദിക്കാറുണ്ട്, ഈസാ നബി എന്ന് മുസ്ലിം സഹോദരങ്ങൾ പറയുന്നതും ഈശോ മിശിഹായും നമ്മൾ പറയുന്നത് ഒന്നു തന്നെയല്ലേ? പിന്നെന്തിനാണ് നമ്മൾ തമ്മിൽ വ്യത്യാസമുള്ളത്? ഈസാ നബി മാത്രമാണ്, അത് ഈശോ മിശിഹ അല്ല. ഈശോ മിശിഹ പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാം ആളായ പുത്രൻ തമ്പുരാനാണ്. അതേസമയം ഈസാ നബി വെറുമൊരു മനുഷ്യനാണ്, ദൈവത്തിൻ്റെ വെളിപാട് കിട്ടിയെന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തി മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ രക്ഷയുടെ സന്ദേശം സുവിശേഷമായി നമ്മെ പഠിപ്പിച്ചു. അവിടുന്ന് നമുക്ക് വേണ്ടി കാൽവരിയിലെ കുരിശിലേറി പാടുപീഡകൾ സഹിച്ച് മരിച്ചു. മരണത്തിൻ്റെയും പാപത്തിൻ്റെയും സാത്താൻ്റെയും മേൽ വിജയം നേടി അവിടുന്ന് ലോകത്തിൻ്റെ രക്ഷകനായി. 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുന്നവനായ ആ ദൈവപുത്രന് തുല്യം അവൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അപ്പസ്തോലൻ വിളിച്ചു പറഞ്ഞത്, ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏക നാമം അത് കർത്താവായ ഈശോയുടെ നാമമാണ്. അവനിലല്ലാതെ, അവനിലൂടെയല്ലാതെ, അവനിൽ വിശ്വസിച്ചുകൊണ്ടല്ലാതെ ഈ ഭൂമിയിൽ ആർക്കും രക്ഷ പ്രാപിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ്. കാരണം നിങ്ങൾ ഈശോയിൽ വിശ്വസിക്കുക മാത്രമല്ല, ഈശോയോടൊത്ത് വസിക്കുവാൻ, അവൻ്റെ വചനത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഗ്രാൻഡ് അബൈഡിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും ദൈവാനുഗ്രഹങ്ങളും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ധ്യാനത്തിന് വേണ്ടി നാം ശരിയായി ഒരുങ്ങി പ്രാർത്ഥിച്ചാണ് ഈ ടീം നമ്മളെ ധ്യാനത്തിലേക്ക് നയിക്കുന്നത് എന്ന് പ്രിയപ്പെട്ട വൈദികര് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഒരുപാട് മനുഷ്യരുടെ പ്രാർത്ഥന ഇതിൻ്റെ പിന്നിലുണ്ട്.
എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അല്ല എങ്കിൽ നിങ്ങൾക്ക് വിശ്രമിക്കാവുന്ന ഈ വീക്കെൻഡിൽ നിങ്ങൾ ഇത്രയും 100-600 യുവജനങ്ങൾ ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് ഓടിക്കൂടുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ പിന്നിൽ വലിയ പ്രാർത്ഥനയുടെ പിൻബലമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ജീവൻ്റെ വചനത്തെക്കുറിച്ച്, അപ്പത്തെക്കുറിച്ച് പറയുമ്പോൾ ഈശോ 3 വട്ടം ആവർത്തിക്കുന്നൊരു വചനമുണ്ട്. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാനോ എന്നിൽ വസിക്കാനോ സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളിങ്ങനെ വന്നുവെങ്കിൽ അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ. പിതാവായ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. പിതാവായ ദൈവം പുത്രനായ ഈശോയിലേക്ക് നിങ്ങളെ ആകർഷിച്ചു. നിങ്ങളെ ഇതിൽ നിന്ന് അകറ്റാൻ ഒരുപാട് ശക്തികൾ പരിശ്രമിച്ചിട്ടുണ്ടാകാം. പക്ഷേ ആ ശക്തികളെക്കാളും ഉപരിയായ ശക്തിയായി വർത്തിച്ചത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമാണ് എന്ന സത്യം പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുക. കർത്താവ് എപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഒരു സത്യമാണ്. വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കും. ഞാൻ ഒരു 10-15 വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ മംഗലപ്പുഴ സെമിനാരിയിൽ ക്ലാസ് എടുക്കാൻ എല്ലാ ആഴ്ചയും വരും. എന്നിട്ട് തലശ്ശേരിക്ക് തിരിച്ചു പോകും. അങ്ങനെ പോകുമ്പോൾ അന്ന് ഉച്ച കഴിഞ്ഞ് MTHകാർക്കും ക്ലാസ് ഉള്ളതുകൊണ്ട് എൻ്റെ ട്രെയിൻ മിസ്സായി. എനിക്ക് സാധാരണ പോകുന്ന ട്രെയിനെ കിട്ടിയില്ല. പിന്നെ ഞാൻ ബസ് കയറി തൃശ്ശൂർ പോയി. തൃശ്ശൂരിൽ നിന്ന് ഒരു ഐരാവതം ബസ്സിൽ കയറി മംഗലാപുരത്തിനുള്ള. ആ ബസ്സിലാണ് യാത്ര. ആ ബസ്സിൽ എല്ലാവരും ഇരുന്നുറങ്ങുകയാണ്. രാത്രിയാണ്. എല്ലാവരും ഉറങ്ങി. ഞാനും പോയി. അവിടെ ലൈറ്റ് കാര്യമായിട്ട് ഇടുകയല്ല, അവിടെ ഒരു അരണ്ട വെളിച്ചവും. ഞാൻ പോയി എൻ്റെ സീറ്റിൽ, കണ്ടക്ടർ പറഞ്ഞ സീറ്റിൽ ഞാൻ പോയി ഇരുന്നു. ഒരു പുതപ്പും തന്നിട്ടുണ്ട്. ആ പുതപ്പും പുതച്ച് ഞാൻ ഇരുന്നുറങ്ങി. ഒരു രാത്രി 12:30 കഴിഞ്ഞപ്പോൾ ഒരാൾ എന്നെ അടുത്ത് നിന്ന് തോണ്ടി. അടുത്തിരിക്കുന്ന സീറ്റിൽ ആരാണ് അവിടെ ഇരിക്കുന്നതെന്ന് ഞാൻ ശ്രദ്ധിച്ചേയില്ല. ഒരാൾ എന്നെ തോണ്ടി വിളിച്ചു. ആദ്യം ഞാൻ വിചാരിച്ചു ഞാൻ വല്ലോ സ്വപ്നം കാണുന്നുണ്ട്. വീണ്ടും ഈ തോണ്ടൽ ശക്തമായപ്പോൾ ഞാൻ കണ്ണു തുറന്നു. ഞാൻ ചോദിച്ചു, ആരാണ്, എന്താണ് ആവശ്യം? ആ വ്യക്തി എന്നോട് ചോദിച്ചു, ആർ യു ഫാദർ പാംപ്ലാനി എന്ന് ചോദിച്ചു. ആ ഇരുട്ടത്തെ എന്നെ തിരിച്ചറിയുക അസാധ്യമായതുകൊണ്ട് ഞാൻ പറഞ്ഞു, യെസ് ഐ ആം, ബട്ട് ഹൗ ഡിഡ് യു കം ടു നോ ദാറ്റ് ഐ ആം ഫാദർ പാംപ്ലാനി? അപ്പോൾ ആ വ്യക്തി, പുള്ളി മലയാളം അറിയത്തില്ലാത്ത മംഗലാപുരത്ത് മെഡിസിൻ പഠിക്കുന്ന മഹാരാഷ്ട്രക്കാരിയായൊരു പെൺകുട്ടിയാണ്. അവൾ പറഞ്ഞു, എനിക്കും അറിഞ്ഞുകൂടാ, ഇപ്പോൾ എൻ്റെ മൊബൈലിൽ ഒരു സന്ദേശം വന്നു, അത് കണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് പറഞ്ഞു. എനിക്ക് വലിയ കോമഡി ആയിട്ട് തോന്നി. ഇതെന്താണ് ഇങ്ങനെ? മൊബൈലിലാണ് അടുത്തിരിക്കുന്നയാൾക്ക് സന്ദേശം. അങ്ങനെയാണ് എൻ്റെ മൊബൈലിലല്ലേ വരേണ്ടത്, നിനക്കെന്തിനാണ് സന്ദേശം വരുന്നത്? അപ്പോൾ അവളുടെ ജീവിതകഥ പറഞ്ഞു. ആ രാത്രിയിൽ പതിഞ്ഞ സ്വരത്തിൽ. ഒരു പെൺകുട്ടിയാണതെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അവൾ പറഞ്ഞു, ഞാൻ വഞ്ചിക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. മെഡിസിൻ പഠിക്കുന്നതിനിടയിൽ എൻ്റെ സീനിയറായ ഒരു കോട്ടയംകാരൻ അച്ചായൻ്റെ മകൻ എന്നെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് 2 കൊല്ലം ഞങ്ങൾ ലീവിങ് ടുഗദറിലായിരുന്നു മംഗലാപുരത്ത്. പക്ഷേ അവൻ പഠനം കഴിഞ്ഞപ്പോൾ വലിയ വീട്ടിൽ ഒരു ആലോചന വന്നു. അവൻ പോയി കല്യാണം കഴിച്ചു. ആ കല്യാണ ദിവസമായിരുന്നു. കല്യാണ വാർത്ത അറിഞ്ഞ് അത് ഉഴപ്പാൻ ഇവള് കല്യാണ പന്തലിൽ ചെന്തെങ്കിലും ഭാഷ അറിയാത്ത ഈ പെൺകുട്ടിയെ എല്ലാവരും കൂടെ പിടിച്ച് പുറത്താക്കി. തൻ്റെ മരണത്തിന് ഉത്തരവാദി അവനാണെന്ന് പോലീസിൽ അറിയിച്ച ശേഷം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകുന്ന വഴിക്ക് അവൾക്ക് കിട്ടിയൊരു സന്ദേശമാണ്. ആ സന്ദേശം പറഞ്ഞത് ആര് എന്നറിയാൻ ആ ഫോണിൽ നിന്ന് തന്നെ ഞാൻ വിളിച്ചു. ആ നമ്പറിൽ അത് തിരുവനന്തപുരം ഭാഗത്തുള്ള ഒരു സ്ത്രീ തന്നെയാണ്. അവരൊരു കോളേജ് ലെക്ചറാണ്. അവർ പറഞ്ഞു,
അച്ഛാ എനിക്കും അറിയത്തില്ല, ഞാൻ രാത്രിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ എനിക്കിങ്ങനെ ഒരു സന്ദേശം കിട്ടി, ഇന്ന ഫോൺ നമ്പറിൽ വിളിച്ച് ഇന്ന കാര്യം നീ പറയണം എന്ന്. അവിടെ ഇരിക്കുന്ന ആ പെൺകുട്ടി, അവളുടെ കണ്ണുനീര് എനിക്ക് വിലപ്പെട്ടതാണ്. വാസ്തവത്തിൽ പിന്നീട് ഞാൻ അവളോട് സംസാരിക്കുകയും അവളിപ്പോൾ വളരെ സമർത്ഥയായ ഒരു പീഡിയാട്രീഷ്യനായി ഒരു മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നുണ്ട്. അവളുടെ ജീവിതത്തെ പുനഃക്രമീകരിച്ചു എന്നത് സത്യമാണ്. ഞാൻ ഈ സംഭവം നിങ്ങളോട് പറയുന്നത്, ഞാനൊരു വെറും സാധാരണ മനുഷ്യനാണ്. എനിക്ക് അത്ഭുതകരമായ സിദ്ധിവിശേഷങ്ങളൊന്നുമുള്ള ആൾ. അപ്രകാരമുള്ള എന്നോട് എനിക്ക് ആ സന്ദേശം കേട്ട് കഴിഞ്ഞപ്പോൾ തൊട്ട് കൂടുതൽ ദൈവാനുഭവമുണ്ട്. ആ ദൈവാനുഭവം മറ്റൊന്നുമല്ല, എനിക്ക് കിട്ടിയ ഉത്തമമായ ബോധ്യം, നമ്മൾ എവിടെ ഇരിക്കുമ്പോഴും ദൈവം നമ്മളെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. കർണാടക KSRTCയുടെ ഐരാവതം ബസ്സിൻ്റെ മൂലയ്ക്ക് ഒരു സീറ്റിൽ ഞാൻ ഇരുട്ടത്തിരുന്നുറങ്ങുമ്പോഴും എൻ്റെ കർത്താവ് എന്നെ കണ്ടുകൊണ്ടിരുന്നു. എൻ്റെ സഹായം ആവശ്യമുള്ളൊരു വ്യക്തിക്ക് കർത്താവ് മറ്റാരോ വഴി ഈ നമ്പർ കൊടുത്ത് അറിയിക്കുന്നു എന്നൊക്കെ പറഞ്ഞത്, സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും അത് സംഭവിച്ചതാണോ എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നത്ര സങ്കീർണമായ വിഷയമാണ്. പക്ഷേ അതെനിക്ക് തന്ന ഒരു വലിയ ബോധ്യമുണ്ട്, നമ്മുടെ ദൈവം സദാ നമ്മളെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഇസ്രായേലിൻ്റെ രക്ഷകൻ മയങ്ങുന്നില്ല, അവൻ ഉറങ്ങുന്നില്ല, അവൻ്റെ കൺപോളകൾ അവൻ അടയ്ക്കുന്നില്ല. അവൻ നിരന്തരം നിത്യവും നമ്മളെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ഓരോ ചെയ്തികളും അവൻ അറിയുന്നു. നമ്മുടെ ഹൃദയ വിചാരങ്ങൾ പോലും അവൻ മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ടവരെ, അത്രമേൽ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന, നമ്മെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ തിരുസാന്നിധ്യം അറിയാൻ, അനുഭവിക്കാൻ, ആ ദൈവത്തോടൊത്തായിരിക്കുവാൻ ദൈവം നമുക്ക് തരുന്ന വലിയ അവസരമാണ് ഈ ഗ്രാൻഡ് അബൈഡ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. തീർച്ചയായും നമുക്ക് ജീവിതത്തിൽ ദുഃഖമുണ്ട് എങ്കിൽ, നിരാശയുണ്ട് എങ്കിൽ, ജീവിതത്തിൻ്റെ പ്രത്യാശ നമുക്ക് നഷ്ടപ്പെട്ടു പോയി എങ്കിൽ അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ. സന്തോഷം നേടി യുവജനങ്ങൾ പല വഴികൾ തിരഞ്ഞെടുക്കാറുണ്ട്. ചിലർ മദ്യപിക്കുന്നവരായി തീരും, ചിലർ കൂട്ടുകെട്ടുകളിൽ അകപ്പെട്ട് മയക്കുമരുന്നിന് അടിമകളായി തീരുന്നവരുണ്ട്, വേറെ ചിലർ തെറ്റായ ബന്ധങ്ങളിൽ മുഴുകി ജീവിക്കുന്നവരുണ്ട്, ചിലർ പോർണോഗ്രഫിക്ക് അഡിക്റ്റായി പോകുന്ന മനുഷ്യരുണ്ട്, ചിലർ ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമകളായി തീരുന്നവരുണ്ട്. നാം എല്ലാവരും ഇങ്ങനെ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാൻ കാരണം നമ്മൾ വിചാരിക്കുന്നു ഇതൊക്കെ ചെയ്യുമ്പോൾ സന്തോഷം കിട്ടുമെന്ന്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ക്രിസ്തുസ് വിവിത്ത് എന്ന് യുവജനങ്ങൾക്ക് വേണ്ടി എഴുതിയ തിരുവെഴുത്തിൽ പറഞ്ഞു, അല്ലയോ യുവജനങ്ങളെ, നിങ്ങൾ നാളിതുവരെ തേടി നടന്ന സന്തോഷത്തിന് ഒരു മുഖമുണ്ട്, ഒരു പേരുണ്ട്, അത് നസ്രായനായ ഈശോ എന്നാണ്. ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെയും ലക്ഷ്യത്തിലെത്തിയില്ല എങ്കിൽ, ഇതുവരെയും നിങ്ങൾ യഥാർത്ഥ സന്തോഷം അറിയുന്നില്ല എങ്കിൽ, ഇതുവരെയും നിങ്ങൾ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുന്നില്ല എങ്കിൽ അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ. ജീവൻ്റെ ഉടയവനും ജീവിതത്തിൻ്റെ ലക്ഷ്യവും ജീവിതത്തിന് അർത്ഥം തരുന്നവനുമായ കർത്താവീശോ മിശിഹായോടൊത്ത് നാം വസിക്കാൻ ആരംഭിച്ചില്ല എന്നത് മാത്രം. വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ നമ്മളെക്കാളും വഴിതെറ്റി ജീവിച്ചവനാണ്. നല്ല പ്രായത്തിൽ 15-ാം വയസ്സിൽ അഗസ്തീനോസ് പുണ്യവാന് അവിഹിത വഴികളിലൂടെ ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാർഗഭ്രംശത്തിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ അഗസ്റ്റിൻ കർത്താവിനെ കണ്ടപ്പോൾ പറഞ്ഞു, കർത്താവേ, എൻ്റെ ആത്മാവ് എത്രയോ വൈകി അങ്ങയെ കണ്ടെത്തുവാൻ. അങ്ങയെ കണ്ടെത്തുന്നതുവരെയും എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരുന്നു.
എല്ലാ അസ്വസ്ഥതയ്ക്കും ഒരു കാരണമേ ഉള്ളൂ. പരാജയപ്പെടുന്നു എന്ന തോന്നലിന് ഒരു കാരണമേ ഉള്ളൂ. ജീവിതത്തിൽ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാത്തതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്ന തോന്നലിന് ഒരു കാരണമേ ഉള്ളൂ. ഞാൻ ഈശോയിൽ വസിക്കുന്നില്ല, ഈശോയെ എൻ്റെ കർത്താവും രക്ഷകനുമായി ഇതുവരെയും ഞാൻ സ്വീകരിച്ചില്ല എന്ന ഏക കാരണം. ആ കാരണത്തിന് ദൈവം നമുക്കായി ഒരുക്കി തന്ന ഉത്തരമാണ് ഈ ഗ്രാൻഡ് അബൈഡ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഗ്രാൻഡ് അബൈഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് പ്രാർത്ഥനയ്ക്കും ഉപവാസങ്ങൾക്കും പരിത്യാഗ പ്രവർത്തികൾക്കും ശേഷമാണ് ഇതിൻ്റെ സംഘാടകർ ഈ ധ്യാനത്തിന് വേണ്ടി തങ്ങളെ തന്നെയും ഈ ധ്യാന കേന്ദ്രത്തെയും ഒരുക്കിയത്. തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി അനേകായിരങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ പ്രാർത്ഥനയൊക്കെയും നിങ്ങൾക്ക് കോട്ടയായി തീരട്ടെ എന്ന ആശംസയോടെ ഈ ഗ്രാൻഡ് അബൈഡിൻ്റെ 4ാമത്തെ എപ്പിസോഡ് നമ്മളിവിടെ ആരംഭിക്കുമ്പോൾ, പ്രിയപ്പെട്ട യുവജനങ്ങളെ, നിങ്ങൾ ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. നിങ്ങൾ ഈശോയുടെ സ്വന്തമാണ്. നിങ്ങൾ തിരുസഭയാകുന്ന അമ്മയുടെ ഏറ്റവും വിശ്വസ്തരായ മക്കളാണ്. തിരുസഭയാകുന്ന അമ്മ ഏറെ പ്രതീക്ഷയോടെ നോക്കുന്ന മക്കൾ നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളുടെ അമ്മയായ തിരുസഭയെ സ്നേഹിക്കുവാൻ, അമ്മയായ തിരുസഭയോടൊത്ത് ജീവിക്കുവാൻ, തിരുസഭ നമുക്ക് തരുന്ന കൂദാശകളുടെ ജീവിതം, പാപബന്ധനങ്ങളിൽ നമുക്ക് വിടുതൽ തരുന്ന കുംഭസാരമെന്ന കൂദാശ അടുക്കൽ സ്വീകരിക്കാം. നിത്യജീവൻ്റെ അനുഗ്രഹമായ പരിശുദ്ധ കുർബാന എല്ലാ പരിശുദ്ധ കുർബാനയിലും യോഗ്യതയോടെ സ്വീകരിക്കുവാൻ നാം നമ്മെ തന്നെ ഒരുക്കുമ്പോൾ നാം ഈശോയിൽ വസിക്കുകയാണ്. അവിടുത്തെ വചനം കേട്ട് നമ്മൾ ഈശോയിൽ വസിക്കുന്നു. അവിടുത്തെ തിരുശരീരം ഭക്ഷിച്ച് നമ്മൾ ഈശോയിൽ വസിക്കുന്നു. അവിടുത്തെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ ഈശോയിൽ വസിക്കുന്നു. ഈ വാസത്തെക്കുറിച്ച് പറയുമ്പോൾ ഈശോ ഒരു കാര്യം കൂടി പറഞ്ഞു. നിങ്ങൾ കർത്താവിൽ വസിക്കാൻ ആരംഭിക്കുമ്പോൾ കൂടുതൽ ഫലം കായ്ക്കാൻ അവിടുന്ന് നിങ്ങളെ വെട്ടിയൊരുക്കും എന്നുള്ളത്. പലപ്പോഴും നമ്മൾ ദൈവസ്നേഹത്തിൽ വളരാൻ ആഗ്രഹിക്കുമ്പോഴുള്ള ഒരു വലിയ പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള സഹനങ്ങൾ, വേദനകൾ, സങ്കടങ്ങൾ, തിരിച്ചടികൾ, സെറ്റ്ബാക്കുകൾ സംഭവിക്കും. അപ്രകാരം സംഭവിക്കുമ്പോൾ ദൈവമൊന്നുമില്ല, ദൈവത്തെ വിശ്വസിച്ചിട്ട് ഒരു കാര്യവുമില്ല, ദൈവം ഉണ്ടേ തന്നെ ആ ദൈവത്തിന് എൻ്റെ കാര്യത്തിൽ താല്പര്യമില്ല എന്ന് ചിന്തിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കപ്പെടാറുണ്ട് എന്നത് സത്യമാണ്. പക്ഷേ ഈശോ അതിന് ഉത്തരം പറഞ്ഞു, നിങ്ങൾ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നതിനായി പിതാവായ ദൈവം നിങ്ങളെ വെട്ടി ഒരുക്കുകയാണ്. അപ്രകാരം വെട്ടി ഒരുക്കപ്പെടുന്ന അനുഭവങ്ങൾ പലരുടെയും ജീവിതത്തിലുണ്ടാകാം. പ്രതീക്ഷിച്ചതൊന്നും നേടാൻ കഴിയാതെ പോയത് തമ്പുരാൻ്റെ സ്നേഹാർദ്രമായ ഒരു വെട്ടിയൊരുക്കലാണ്. നിങ്ങളേറെ സ്നേഹിച്ച വ്യക്തി നിങ്ങളെ വഞ്ചിച്ചത് തീർച്ചയായും മറ്റൊരു വെട്ടിയൊരുക്കലായിരുന്നു. നിങ്ങളേറെ ഒരുങ്ങി എഴുതിയ പരീക്ഷയിൽ പരാജയം സംഭവിച്ചത് മറ്റൊരു വെട്ടിയൊരുക്കലായിരുന്നു. നിങ്ങളുടെ മാതാപിതാക്കൾ പോലും നിങ്ങളെ മനസ്സിലാക്കാതെ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന അനുഭവങ്ങൾ മറ്റൊരു വെട്ടിയൊരുക്കലായിരുന്നു. ജീവിതത്തിൽ എല്ലാവരാലും ഒറ്റപ്പെടുകയും കുറ്റപ്പെടുത്തപ്പെടുകയും ചെയ്യുന്നത് വേറൊരു വെട്ടിയൊരുക്കലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരമുള്ള ഈ ഒരുക്കലുകളെക്കുറിച്ച് തിരുവചനം പറയുകയാണ്. കർത്താവിനോട് ചേർന്ന് വസിക്കുമ്പോഴാണ് ഈ ഒരുക്കലുകളുടെ അർത്ഥം, ഈ വെട്ടലിൻ്റെയും ഒരുക്കലിൻ്റെയും അർത്ഥം നമുക്ക് മനസ്സിലാവുക. അത് കർത്താവിനോട് ഒത്തു വസിക്കാത്തപ്പോൾ ഇപ്രകാരമുള്ള അനുഭവങ്ങളൊക്കെയും നമ്മളെ നിരാശപ്പെടുത്തുകയും വഴിതെറ്റിക്കുകയും ചെയ്യുന്നു എന്നുള്ള സത്യം പ്രിയപ്പെട്ടവരെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഗ്രാൻഡ് അബൈഡ്
നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും വിസ്മരിക്കാനാവാത്ത ദൈവസ്നേഹത്തിൻ്റെ അനുഭവമായി തീരട്ടെ എന്ന്. കേരളക്കരയിൽ യുവജനങ്ങൾക്ക് വേണ്ടി ഇത്രയും അധികം ശുശ്രൂഷകൾ ചെയ്ത മറ്റൊരു ധ്യാന കേന്ദ്രവുമില്ല. ചിറ്റൂർ ധ്യാന കേന്ദ്രം പോലെ ഈ ധ്യാന കേന്ദ്രത്തിലെ അനേകായിരങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നടുവിൽ നിങ്ങൾ കർത്താവിനോടൊത്തു വസിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ആ വാസത്തിൻ്റെ ജീവിതം ആരംഭിക്കുന്നതിന് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഈ ഗ്രാൻഡ് അബൈഡ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആരംഭിച്ചതായി അറിയിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.